ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ക്രിസ്ത്യാനിക്ക് മുഖമുദ്ര എന്ന് പറയുന്നത് മൂക്കുത്തിയാണോ, അതോ ക്രിസ്ത്യാനിക്ക് മുഖമുദ്രയാകേണ്ടത് ആനന്ദമല്ലേ? ഇന്ന് കത്തോലിക്കർ പോലും ഇന്ന് ഒരുപക്ഷെ ഒരു മൂക്കുത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഒക്കെ സ്വീകരിക്കാനുള്ള വലിയ താല്പര്യം കാണിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ അവർ താല്പര്യം കാണിക്കേണ്ടത്, അവർക്ക് മുഖമുദ്രയായി മാറേണ്ടത് ആനന്ദമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ ലോകത്തിൻ്റെതായ ആ കാഴ്ചപ്പാടിലൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന പലരെയും നമ്മൾ ഇന്ന് കണ്ടെത്തിയെന്ന് വരും. അമ്മച്ചി അവരുടെ മകളെ കൊണ്ട് വന്ന ഇവര് ഒന്നിച്ച്, അവൾ തന്നെ വരികയല്ല, അതുകൊണ്ടാണ് അമ്മച്ചി കൂടെ വരാമെന്ന് പറഞ്ഞ് കൂട്ടത്തിൽ കൊണ്ടുവന്നത്. രണ്ടുപേരും വന്നിരുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. മകളല്ല കൂടുതൽ പറഞ്ഞത് അമ്മച്ചിയാണ്. പിന്നെ അമ്മച്ചി പറഞ്ഞൊരു കാര്യം, അച്ഛാ ഇവിടെ മുഖത്തോടൊന്ന് നോക്കി, നമുക്കൊരു സന്തോഷമുണ്ടോ? ഇവളൊന്ന് പുഞ്ചിരിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഞങ്ങളാണ് ഇവക്ക് സന്തോഷിക്കാൻ വേണ്ടി ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ ചെയ്യാറില്ല. പക്ഷെ ഇവക്ക് ഒരു സന്തോഷമില്ല, ഒന്ന് പുഞ്ചിരിയോടെ വ്യാപരിക്കുന്ന ആ ഒരവസ്ഥയില്ല. അമ്മച്ചി ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേ മകൾ പറഞ്ഞൊരു കാര്യം, അതേ മാനുഫാക്ചർ ഡിഫക്റ്റാണ്. എന്നിട്ട് അവളൊന്ന് ചിരിച്ചു. ഞാനത് കേട്ട് അതിലേറെ ചിരിച്ചപ്പോഴത്തേക്കും ഈ അമ്മച്ചി എന്നെ പറഞ്ഞത്, ഇതുപോലെ എല്ലാ സമയത്തും ഇവളൊന്ന് ഇരുന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ചിരിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ. മാനുഫാക്ചർ ഡിഫക്റ്റ് അവൾ പറഞ്ഞത്. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് ഈ രീതിയിലാണ്, അതുകൊണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലാതെ ഞാൻ വരുത്തി വയ്ക്കുന്നതൊന്നും അല്ല. നമുക്ക് ഉള്ളിൽ നല്ല ആനന്ദമുണ്ടെങ്കിലേ അത് മുഖത്ത് പ്രകടമാകത്തുള്ളൂ. ഉള്ളിൽ ആനന്ദമുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ പോലത്തെ മാരകരോഗം വന്നാൽ പോലും ഈ ഒരു മുഖത്തിൻ്റെ പ്രസാദം അത് നമുക്ക് നഷ്ടപ്പെടില്ല. എനിക്കറിയാം ചില വ്യക്തികൾ ക്യാൻസർ പോലത്തെ മാരകരോഗം ബാധിച്ച് അത് 4th സ്റ്റേജിലെത്തി വളരെ ക്രൂഷ്യലായിട്ടുള്ള അവസ്ഥയിൽ കടന്നു പോകുന്ന വ്യക്തികൾ, എന്നിട്ട് പോലും മുഖത്തോട്ട് നോക്കിയാൽ ഒരു പുഞ്ചിരിയാണ്. അതല്ലാതെ അവര് വിഷാദം തളം കെട്ടിക്കിടക്കുന്ന നിരാശ അവരെ ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥ അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ കാണാനില്ല, അവരുടെ സംസാരത്തിലോട്ട് കേൾക്കാനുമില്ല. എന്താ കാരണം? ഉള്ളിൽ ആനന്ദം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്. ദൈവത്തെ അറിഞ്ഞ് ദൈവസ്നേഹം അനുഭവിച്ച് ആ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയുന്ന ആനന്ദം, ഇതാണ് ശരിക്കും ഒരു ക്രിസ്ത്യാനിക്ക് മുഖമുദ്രയായി മാറേണ്ടത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്, ഹൃദയം നേരെയാക്കാതെ എത്ര മേക്കപ്പ് ഇട്ടാലും ഒരു പ്രസന്ന വദനം നമുക്കുണ്ടാവണമെന്നില്ല. പ്രസന്ന വദനം വേണമെങ്കിൽ ആദ്യം ഹൃദയം നേരെയാക്കണം. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനമാണ് പ്രഭാഷകൻ 13:25. നിന്റെ ഹൃദയത്തിൽ, നിന്റെ ഉള്ളിൽ എന്താണ്? നന്മയാണോ? പ്രസന്ന വദനം നിനക്കുണ്ടാവും. നിന്റെ ഹൃദയത്തിൽ നീ സൂക്ഷിക്കുന്നത് തിന്മയാണോ? മ്ലാനവദനം ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹൃദയത്തിലെ നന്മയ്ക്കും തിന്മയ്ക്കും അനുസരിച്ച് മുഖഭാവം മാറും. അതുകൊണ്ട് നമുക്ക് മുഖം ശരിയായിട്ട് ശോഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഹൃദയത്തിൽ നിന്ന് തിന്മ അകറ്റുക, ഹൃദയത്തിൽ നന്മ കൊണ്ടുവരിക, നന്മ നിറയ്ക്കുക എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 27 മുതൽ വായിക്കുമ്പോൾ, ഒരു ക്രിസ്ത്യാനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സൗന്ദര്യമോ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നല്ല ആരോഗ്യമോ സമ്പത്തോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ മുമ്പിൽ കയ്യും കൂപ്പി നിന്ന് പറഞ്ഞൊരു കാര്യം, മറിയമേ സ്വസ്തി. എന്തായിരുന്നു കാരണം? കൃപ നിറഞ്ഞവളാണ് നീ. നമുക്ക് ദൈവമക്കൾ എന്ന നിലയ്ക്ക് ഞാനീ പറഞ്ഞ കാര്യങ്ങളെക്കാളൊക്കെ വിലപിടിപ്പുള്ളതായിട്ട് നമ്മൾ കാണേണ്ടത് കൃപയിലുള്ള ആ ഒരു ജീവിതം, നന്മ നിറഞ്ഞ ഒരു ജീവിതം, അതാണ് നമുക്ക് വേണ്ടത്. 2 കൊറിന്തോസ് 12-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, പൗലോസിൻ്റെ ശരീരത്തിൽ ഒരു മുള്ള്, ഒരു പിശാചിൻ്റെ ശല്യം, ഇതെല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്ന പൗലോസിനെ കാണാൻ പറ്റും. ഒന്ന് പ്രാർത്ഥിച്ചു, മാറിയില്ല, വീണ്ടും പ്രാർത്ഥിച്ചു, മാറിയില്ല, വീണ്ടും പ്രാർത്ഥിച്ചു. പൗലോസ് ദൈവത്തിൽ നിന്ന് ഒരു സ്വരം കേൾക്കുകയാണ്, നിനക്കെൻ്റെ കൃപ മതി. മറ്റേ സുഖജീവിതത്തെക്കാളും അതല്ലെങ്കിൽ എളുപ്പ ജീവിതത്തെക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് കൃപയിലുള്ള ജീവിതം. അതാണ് മാലാഖ പോലും നമ്മെ ബഹുമാനിക്കുന്നതിന് കാരണമാവുക. അതാണ് ഈ വചനഭാഗങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ക്രിസ്തീയ ജീവിതത്തിന് വളരെ ബേസിക്കായിട്ടുള്ള ചില റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമുക്കറിയാലോ, ഒരു ജോലി കിട്ടണമെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ നമുക്ക്
ഇപ്പം വിദേശത്ത് പോകണമെങ്കിൽ നമുക്ക് അതിൻ്റെ റിക്വയർമെൻറ്റ് വിസ ഉണ്ടാകണം എന്ന് പറഞ്ഞ പോലെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറണമെങ്കിൽ ചില റിക്വയർമെൻറ്റ്സ്, വ്യവസ്ഥകൾ അത് കർത്താവിൻ്റെ വചനം വ്യക്തമാക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 14 അധ്യായം 1-ാമത്തെ വചനം പറയുന്നുണ്ട്, നിന്റെ ലക്ഷ്യം സ്നേഹമായിരിക്കണം. സ്നേഹമായിരിക്കട്ടെ നിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തോടു കൂടി ജീവിക്കാത്തവർ ക്രിസ്ത്യാനിയാകത്തില്ലെന്ന്. നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ നീ ക്രിസ്ത്യാനിയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞോളും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, നിന്റെ മുഖമുദ്ര ആനന്ദമായിരിക്കണം. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 16, 17, 18 വചനങ്ങൾ വായിക്കുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. ഇത് ചെയ്യുന്നവരുടെ മുഖമുദ്ര ആനന്ദമാണ്. ആനന്ദം അത് ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ശരിക്കുള്ള ഒരു ഭവനമായിട്ട് കാണുന്നത് സ്വർഗത്തെയാണ്. പൗരത്വവും സ്വർഗത്തിൽ. നമ്മൾ ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 2 കൊരിന്തോസ് 5-ാം അധ്യായം അതിൻ്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ ആ സ്വർഗീയ ഭവനത്തിലെത്താൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു എന്ന് പൗലോസ്ലീഹ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന്, ശരിക്കുള്ള ഒരു ക്രിസ്ത്യാനി നിക്ഷേപമായിട്ട് കാണുന്നത് എന്തായിരിക്കും? സൽപ്രവർത്തികൾ, ദാനധർമ്മങ്ങൾ. ഇതാണ് പ്രഭാഷകൻ 29-ാം അധ്യായം 12-ാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ സമ്പത്ത്, ശരിക്കും ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ സമ്പത്തായിട്ട് ഞാൻ കാണുന്നത് എന്തിനായിരിക്കും? അത് നമുക്ക് 1 കൊരിന്തോസ് 1-ാം അധ്യായം 5-ാമത്തെ വചനം എടുക്കുമ്പോൾ കാണാൻ സാധിക്കും. വചനം, വിജ്ഞാനം എന്നിവ സമ്പത്തായിട്ട് കരുതും. ഇവിടെ ബാങ്കിൽ കിടക്കുന്ന പണത്തിൻ്റെ കൊഴുപ്പല്ല, അതിനേക്കാൾ നമ്മളെ സമ്പന്നരാക്കുന്നത് ദൈവവചനം, ദൈവിക ജ്ഞാനം. ഇതാണ് 1 കൊരിന്തോസ് 1-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക. അവസാനമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, മഹത്വമായിട്ട് നമ്മൾ കാണുന്നത് എന്തിനായിരിക്കും? നിന്റെ മഹത്വം, നിന്റെ അനുസരണം. യേശു പിതാവിനെ അനുസരിച്ചതുപോലെ നമുക്ക് അനുസരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ മഹത്വം. നമ്മൾ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നതിനേക്കാൾ മഹത്വം നൽകുന്ന ഒരു കാര്യം കുരിശു മരണത്തോളം അനുസരണമുള്ളവനായ ആ യേശുവിനെ അടുത്തനുഗമിക്കുക എന്നുള്ളത്. നമുക്ക് ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സന്നദ്ധരാകുക. സന്തോഷം എന്ന് പറയുന്നത് ഒഴുകിപ്പോകാം. ആനന്ദം എന്ന് പറയുന്നത് അത് ഒട്ടി നിൽക്കും. അതങ്ങനെ ഒഴുകിപ്പോകത്തില്ല. ഇത്തിക്കണ്ണി മരത്തിൽ ഒട്ടി നിൽക്കുന്നത് പോലെ ആനന്ദം ഒട്ടി നിൽക്കും. വലിയ സഹനത്തിൻ്റെ നടുവിലും ആനന്ദം നമ്മോട് കൂടപ്പുറപ്പ് പോലെ ഒട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ആനന്ദം നമ്മുടെ മുഖമുദ്രയായി മാറുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.